നാഷണൽ ഹെറാൾഡ് ഇ.ഡി കേസിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ആശ്വാസം. നാഷണൽ ഹെറാൾഡ് കേസിൽ ഗാന്ധി കുടുംബത്തിന് ദില്ലി കോടതിയിൽ നിന്ന് വലിയ ആശ്വാസം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച കുറ്റപത്രം ദില്ലി കോടതി സ്വീകരിക്കാൻ വിസമ്മതിച്ചു. ഇ.ഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച കോടതി കേസിൽ കൂടുതൽ അന്വേഷണം തുടരണമെന്ന് നിർദ്ദേശിച്ചു. നിലവിലെ കുറ്റപത്രം ഒരു സ്വകാര്യ അന്യായത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വീണ്ടും അന്വേഷണം നടത്തണമെന്നും കോടതി ഇ.ഡിക്ക് നിർദ്ദേശം നൽകി. ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഈ കേസിൽ നേരത്തെ തന്നെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു. ഇ.ഡിയുടെ കേസ് രാഷ്ട്രീയ പകപോക്കലാണെന്നായിരുന്നു കോൺഗ്രസിന്റെ വാദം. അതേസമയം ഇത് ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യമാണെന്നും വ്യാജരേഖ ചമച്ചതിനും കള്ളപ്പണം വെളുപ്പിച്ചതിനും തെളിവുണ്ടെന്നുമാണ് ഇ.ഡി വാദിച്ചത്. ഡൽഹി കോടതിയുടെ ഉത്തരവിനെതിരെ അപ്പീൽ നൽകുമെന്ന് ഇ.ഡി വൃത്തങ്ങൾ അറിയിച്ചു. തങ്ങളുടെ നിയമവിദഗ്ധർ കോടതി ഉത്തരവ് വിശദമായി പഠിക്കുമെന്നും ഇതിനുശേഷം അപ്പീലടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്നും ഇ.ഡി വൃത്തങ്ങൾ പറഞ്ഞു. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഏപ്രിൽ 15-നാണ് ഇ.ഡി കുറ്റപത്രം സമർപ്പിച്ചത്. നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിച്ചിരുന്ന അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് യങ് ഇന്ത്യ ലിമിറ്റഡ് ഏറ്റെടുത്തതിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നതായാണ് ഇ.ഡിയുടെ കണ്ടെത്തൽ. നാഷണൽ ഹെറാൾഡ് പത്രവും അനുബന്ധ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് ഗാന്ധി കുടുംബം വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്നാണ് ഇ.ഡിയുടെ കണ്ടെത്തൽ. 142 കോടി രൂപയുടെ ലാഭം ഗാന്ധി കുടുംബം സ്വന്തമാക്കിയെന്നാണ് വാദം. ബി.ജെ.പി നേതാവായ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാതിയിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം ഇ.ഡി കേസെടുത്തിരുന്നത്. അതേസമയം കോടതി വിധിക്ക് പിന്നാലെ സത്യം വിജയിച്ചെന്ന് കോൺഗ്രസ് ഔദ്യോഗിക സാമൂഹിക മാധ്യമ അക്കൗണ്ടിലൂടെ പ്രതികരിച്ചു.